നടൻ വിനായകൻ മികച്ച നടനൊക്കെ ആയിരിക്കാം എന്നു കരുതി നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനൊന്നും അയാൾക്കാരും അധികാരം കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം വിനായകൻ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് നഗ്നതാ പ്രദർശനം നടത്തിയ സംഭവം വലിയ വിവാദമായിട്ടുണ്ട്. ഇതോടെ നടൻ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നു. തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നതായി വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സംഭവത്തിൽ പരാതി ലഭിച്ചാൽ മാത്രം കേസെടുക്കാമെന്നാണ് പോലീസിൻ്റെ നിലപാട്. മികച്ച നടനാണെങ്കിലും വിവാദങ്ങൾ ഒഴിഞ്ഞൊരു നേരമില്ല വിനായകന്. കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നും നഗ്നതാ പ്രദർശനം നടത്തിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചതോടെയാണ് മാപ്പ് പറഞ്ഞ് വിനായകൻ രംഗത്തെത്തിയത്. സിനിമാ നടനെന്ന നിലയിലും വ്യക്തിയെന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ചർച്ചകൾ തുടരട്ടെ എന്നാണ് വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഒരു കെട്ടിടത്തിന്റെ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് നോക്കി പച്ചത്തെറി വിളിക്കുകയും നഗ്നത പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന വിനായകന്റെ വീഡിയോയാണ് പ്രചരിക്കുന്നത്. അയൽവാസികളോടാണ് നടൻ മോശമായി പെരുമാറിയതെന്നാണ് വിവരം. പരാതി ലഭിച്ചാൽ മാത്രമേ കേസെടുക്കാനാകൂ എന്ന നിലപാടിലാണ് പോലീസ്. ഇതാദ്യമായല്ല വിനായകൻ അസഭ്യവർഷം നടത്തുന്ന വീഡിയോ പ്രചരിക്കുന്നത്. ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വെച്ച് CISF ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായതിന് പിന്നാലെ നടനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 2023 ഒക്ടോബറിൽ പോലീസ് സ്റ്റേഷനിൽ ലഹരി ഉപയോഗിച്ചെത്തി ബഹളം വച്ചതിന് വിനായകനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ട സംഭവമുണ്ടായി. മാധ്യമപ്രവർത്തകയോട് അശ്ലീല പരാമർശം നടത്തിയതിനും പിന്നീട് വിനായകൻ മാപ്പ് പറഞ്ഞിരുന്നു. ന്യൂസ് 18 കൊച്ചി.